ഹലോ സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇപ്പോൾ കുംഭമേള കഴിഞ്ഞിട്ട് മടക്കാണ് കേട്ടോ. അപ്പോൾ വരുന്ന വഴിയിൽ ഞങ്ങൾ ഒരു ഗ്രാമം കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ വണ്ടി നിർത്തിയ സ്ഥലത്ത് വലിയൊരു മരം ഉണ്ട്. ആ മരത്തിൻ്റെ മുകളിൽ നിറയെ കുരങ്ങുകളാണ്. കുരങ്ങുകൾ എന്ന് പറഞ്ഞാൽ സിംഹവാലൻ കുരങ്ങുകളാണ്. പക്ഷേ ഈ കുരങ്ങ് കുറേ കൂടിയൊക്കെ നല്ല കുരങ്ങുകളാണ്. കാരണം ഞങ്ങളവിടെ സാന്നിധ്യം ഉണ്ടായി, ഞങ്ങളിവിടെ കുക്കിംഗ് തുടങ്ങിയതും അവർ ആ ഏരിയ വിട്ടിട്ട് തന്നെ പോയി എന്നുള്ളത്. ആ സമയം നമ്മളെ നാടൻ കുരങ്ങുകളൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അവർ നമ്മളെ മാക്സിമം ദ്രോഹിക്കുക ചെയ്യുക. പക്ഷേ ഈ കുരങ്ങുകളൊന്നും അങ്ങനെ പ്രശ്നമില്ല. അവർ പോയി ഞങ്ങൾ ഓൾറെഡി കുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. പൊതുവേ ഞങ്ങൾ യാത്രയിൽ കാലത്തൊരു 7-8 മണിയോട് വണ്ടി എവിടെയെങ്കിലും സൈഡാക്കും. അത് ഏകദേശം ഒരു പെട്രോൾ പമ്പിൻ്റെ മുന്നിലോ അല്ല ഏതെങ്കിലും ചെറിയൊരു ഹോട്ടലിൻ്റെ അവിടേക്കാണ് വണ്ടി നിർത്തുക. അവിടെ നിന്ന് ഞങ്ങൾ ഫ്രഷ് ഔട്ടാവും. ആ സമയത്ത് തന്നെ അവർ വണ്ടിയിൽ കുക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം ചെയ്യും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഞ്ച്, പിന്നെ ഡിന്നറിനുള്ള സാധനം വരെ ഉണ്ടാക്കിയിട്ടാണ് പിന്നെ ഇവിടെ നിന്ന് യാത്ര തിരിക്കുക. അപ്പോൾ ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങളിവിടെ ഉച്ചയ്ക്കുള്ള ലഞ്ചിനുള്ള ചോറും കറികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ്. ആ ഒരു സമയം കൊണ്ട് ഞങ്ങൾ ഇവിടേക്കൊന്ന് കറങ്ങും. അതായത് മിക്കതും ഞങ്ങളൊരു ഗ്രാമങ്ങളും അങ്ങനെയുള്ള ലൊക്കേഷനിലാണ് വണ്ടി നിർത്തുക. അങ്ങനെയുള്ള ഒരു ലൊക്കേഷനിലാണ് ഇപ്പോൾ നിർത്തിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങി കണ്ടപ്പോൾ ആദ്യം കാണുന്നത് ഇവിടെ ഒരു ചൂളയാണ്. അതായത് എന്താ പറയുക, ഇഷ്ടിക ചൂള എന്ന് പറയില്ല നമ്മളെ നാട്ടിൽ. ഇത് ചെറിയൊരു ഇഷ്ടിക ചൂളയാണ്. അതായത് ഇഷ്ടികപ്പാടം എന്നൊക്കെ പറയും നമ്മൾ. ഇഷ്ടിക ഉണ്ടാക്കുന്നത് ഇവിടെ നമ്മളെ നാട്ടിലേക്കാണെന്ന് വെച്ചാൽ ഭയങ്കര വലിയ പാടായിരിക്കും. അതായത് ഒരു ഏരിയ മൊത്തം മണ്ണെടുത്തിട്ട് ചൂളഷ്ടിക ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മളെ നാട്ടിൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, വളരെ ചെറിയ ഒരു പാടാണിത്. അതിനെന്താ ഒരു കാരണം വെച്ചെങ്കിൽ ഇവിടെ തന്നെ അത്ര അധികം വലിയ വീടുകളും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ വീടുകൾ തന്നെയാണ് ഉള്ളതൊക്കെ. അതും പറഞ്ഞാൽ അപൂർവമാണ്. ഏക്കറക്കണക്കിന് സ്ഥലങ്ങളാണ്, കൃഷിയിടങ്ങളും അതായത് ഒഴിഞ്ഞു കിടക്കുന്നതായിട്ടുള്ള ഏക്കറക്കണക്കിന് സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇവിടെ വീടുകളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് അത്ര അധികം ഇഷ്ടികയുടെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ചെറിയ ചെറിയ ഇഷ്ടിക പാടങ്ങളൊക്കെ ഉള്ളൂ ഇവിടെ. ഈ ഞാനൊരു ചൂള കാണിച്ചു തരട്ടെ. ഇഷ്ടിക ചൂള കണ്ടാ, ഇതാണ് ഇഷ്ടിക ചൂള. ഇവിടെ ഒരു ചെറിയ ഇഷ്ടിക ചൂള. ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. നമ്മളെ നാട്ടിലൊക്കെ പാടങ്ങളിൽ കാണാം, കുറച്ച് റോഡ് സൈഡിലൊക്കെ വലിയ ഇഷ്ടിക ചൂളകൾ. പക്ഷേ ഇവിടെ വളരെ ചെറിയ ഒരു ഇഷ്ടിക ചൂളയാണ് ഇവിടെ കാണാനുള്ളത്. ആകെ 1-2 ജോലിക്കാർ മാത്രമേ ഈ ഒരു ഇഷ്ടിക ചൂളയിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. അതിന് കാരണം ഇവിടെ ചെറിയ വീടുകളാണ്. ആ വീടുകൾ തന്നെ അപൂർവമൊക്കെ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കണ്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ അവിടെ ചെറിയൊരു അമ്പലം കാണുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ഗ്രാമമാണ്. അവിടെ ചെറിയ 1-2 വീടുകളുണ്ട്. ഒരു സൈഡിൽ കണ്ട, അത് ചെറിയ വാർപ്പ് വീടുകളാണ്. നമ്മളെ നാട്ടിലൊന്നും ഇത്രയും ചെറിയ വാർപ്പ് വീടുകൾ നമുക്ക് കാണാൻ പറ്റില്ല. അതേമാതിരി തന്നെ ചെറിയ പഴയ ഓലമേഞ്ഞല്ല, ഓടിട്ടിട്ടുള്ള ഒരു തരം ഓടാണത്. അത് പഴയ കാലത്തും നമ്മളെ നാട്ടിൽ ഈ രീതിയിലുള്ള ഓടിട്ട വീടുകളില്ല. അങ്ങനത്തെ ഒരു ഓടിട്ട വീടുകളൊക്കെ കാണുന്നുണ്ട്. ഇതൊരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൻ്റെ പേരാണ് മെയ്ഹാർ ഗ്രാമം എന്നാണ് ഇതിന് പറയുക. കാലി വളർത്തൽ തന്നെയാണ് ഈ നാട്ടിലെ ഉപജീവന മാർഗ്ഗം. അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും 3-4 പശുക്കളുണ്ടാവും. വീട് ചെറിയൊരു വീടാവും, അതിനോട് ചേർന്നൊരു തൊഴുത്തും ഒരു 3-4 പശുക്കളുണ്ടാവും. അതേമാതിരി ഈ ഗ്രാമത്തിൽ ഓരോ ഗ്രാമത്തിലും ഒരു 10 വീടൊക്കെ ഉണ്ടാവുള്ളൂ. അതിനോട് ചേർന്ന് ഒരു അമ്പലമൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ ഗ്രാമത്തിലെ റോഡുകളൊക്കെ ഒരുവിധം ടാർ ചെയ്തിട്ടുള്ള റോഡുകളാണ്. പിന്നെ അധികം കേടൊന്നുമില്ല, കാരണം അത്രയധികം വാഹനങ്ങളൊന്നുമില്ല. 1-2 കാറൊക്കെ കാണുന്നുള്ളൂ. സമയം ഇപ്പം നേരം വെളുത്ത് ഒരു 7-8 മണിയാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ 1-2 കടകളൊക്കെ ഉണ്ട്. ആ കടകളൊന്നും ഇതുവരെ തുറന്നിട്ടില്ല. പിന്നെ അധികം ജനങ്ങളെയൊന്നും ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ്. കണ്ട, ഗ്രാമത്തിലും അല്ലെങ്കിൽ റോട്ടിലൊന്നും അപൂർവമായിട്ടാണ് ആൾക്കാർ. ആകെ 2-3 പേര് ഇവിടെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്, നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന 1-2 പേരുണ്ട് എന്നല്ലാതെ വേറെ ആൾക്കാരൊന്നും ഇവിടെ കാണുന്നില്ല. കണ്ട, ഈ കടകളൊന്നും തുറന്നിട്ടില്ല. അത് കാരണം വെച്ചാൽ ആവണേ ഉള്ളൂ, ടൈം ആവുന്നല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഈ നാട്ടുവഴി കൂടെ മെയ്ഹാർ ഗ്രാമത്തിൻ്റെ ഉൾപ്രദേശത്തിലേക്കൊക്കെ ഒന്ന് പോയി നോക്കുകയാണ്. സത്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അധികം ആൾക്കാരൊന്നുമില്ല, വീടുകളൊന്നുമില്ല. ഈ ഒരു ചെറിയൊരു ചൂള എവിടെയും കാണുന്നുണ്ട്. കണ്ട, വളരെ ചെറിയ ചൂള. അതങ്ങനെ ചൂള ഇട്ടിട്ട് അങ്ങനെ പോയേക്കാൻ തോന്നുന്നു. ഇവിടെ ജോലിക്കാരൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ മാക്സിമം ഒരു 500-1000 കട്ടയൊക്കെ കാണുള്ളൂ. അത്ര ചെറിയൊരു ചൂളയാണ് ഉള്ളത്. ഈ മെയ്ഹാർ ഗ്രാമത്തിൽ അത്രയധികം ആൾക്കാരൊന്നും താമസിക്കുന്നില്ല എന്നുള്ളതാണ്. കണ്ട, ഏക്കർ കണക്കിന് സ്ഥലം ഒഴിഞ്ഞെടുക്കുകയാണ്. അധികം കൃഷികളൊന്നുമില്ല. പിന്നെ ചില ഏരിയയിലൊക്കെ നെൽകൃഷിയൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു വീട് കാണുന്നുണ്ട്. നമുക്ക് ആ വീട്ടിലൊന്ന് കയറി നോക്കാം. കണ്ട, ഒരു ചെറിയൊരു വീടാണ്. അതായത് വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു വീട്. അതായത് ഗ്രാമത്തിൽ നല്ല ഗ്രാമീണത നിറഞ്ഞ ഒരു വീടാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്ന് പോയി നോക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പശുക്കുട്ടീനെ ഏറ്റവും ആദ്യം കാണുന്നത്, അതും വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പശുക്കുട്ടി. അത് തന്നെ നമുക്ക് ആ ഗ്രാമീണത അതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലാണ്. കണ്ട, ചെറിയൊരു വീടാണ്. അതിൻ്റെ ഓടൊക്കെ ഇട്ടിട്ടുള്ള ചെറിയൊരു വീട്. പിന്നെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ അവർ എടുക്കുന്നുണ്ട്. അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തോന്നുന്നു. അതുമാതിരി തന്നെ വീടിൻ്റെ മുറ്റത്ത് കണ്ട, കോലം വരയ്ക്കുന്ന മാതിരി ഒരു ചിത്രമൊക്കെ വരച്ചിട്ടുണ്ട്. പിന്നെ മിളകാന്ന് തോന്നുന്നു, അത് ഉണക്കാനിട്ടിട്ടുണ്ട്.
പിന്നെ ചെറിയ മതിൽകെട്ടൊക്കെയാണ് അവിടെ, പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പുറത്തേക്കിട്ട് നോക്കിയാൽ കൃഷിയിടങ്ങളാണ് കേട്ടോ. അതുകൂടാണ്ട് വേറെ സാധനം കണ്ട, നമ്മൾ എന്താ പറയുക, ഈ ചാണം ഉണക്കിയിട്ട് നമ്മൾ തീന് ഉപയോഗിക്കില്ലേ, തീ ഇടാനൊക്കെ, ആ സാധനമാണത്. നമ്മളെ നാട്ടിൽ ഇതിന് ചാണകവരടി എന്ന് പറയും. അതായത് വിറകിന് പകരം നമ്മൾ അടുപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണത്. അതുകൂടാതെ ഇതിൻ്റെ ബാക്കിൽ ഒരു കൃഷിയാണ് ഇവരുടെ, കണ്ടമാനം ഏക്കർ കണക്കിന് കൃഷിയുണ്ട്. പക്ഷേ ഇതിലൊന്നും വരുമാനം കുറവാന്ന് തോന്നുന്നു. ഇവരിത് പയറുവർഗ്ഗത്തിൽപ്പെട്ട ഒരു സംഭവമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. എന്തോ ഒരു പേര് പറഞ്ഞു, അത് ഹിന്ദിയിലുള്ളൊരു പേരാണ്, അത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടാലല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഇതിൻ്റെ കുറേ കൂടി ഉള്ളിലേക്കിണ്ട് വന്നു. നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നെൽകൃഷി കാണാറുണ്ട്. കുറേ ഏരിയയിലൊക്കെ ഏക്കർ കണക്കിന് നെൽകൃഷി ഉണ്ട് കേട്ടോ. പക്ഷേ ഒരു മനുഷ്യരും ഈ ഏരിയയിലൊന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം വെച്ചാൽ ഇത്രയധികം കൃഷിയും ഇതൊക്കെ വെച്ചാൽ വീടുകൾ കാണണ്ടേ, വീടുകളൊന്നുമില്ല. ഈ പരിസരത്ത് ഇപ്പോൾ ആകെ കൂടി കണ്ടത് ആ ഒരു വീട് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മാവുകൾ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ മാവുമാണ്. അതിനൊക്കെ പൂത്ത് നിൽക്കണ മാമരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ ഒരു ഏരിയയിൽ. പക്ഷെ എന്താ വെച്ചാൽ ആൾക്കാരില്ല, ഇതൊക്കെ ചിലപ്പോൾ ഒരു വ്യക്തിയുടെ ആയിരിക്കും, ചിലപ്പോൾ ആ ഒരു കണ്ട ഗ്രാമീണ ആ മനുഷ്യൻ്റെ ആയിരിക്കാം, അവരുടെ ആയിരിക്കാം ചിലപ്പോൾ അത്. കാരണം നമ്മളെ നാട്ടിലെ മാതിരി കുറച്ച് ഭൂമിയുള്ളവർക്ക് വലിയ കാശ് തരുന്നില്ല, അവിടെ കണ്ടമാനം ഭൂമിയുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ അവർ ജീവിതം വളരെ ലളിതമായിരിക്കാം. കണ്ടാ നല്ല പൂവിട്ട് നിൽക്കുന്ന മാമരങ്ങളാണ് ഇവിടെ അധികം കാണാനുള്ളത്. പിന്നെ കണ്ട ഈ മാവൊക്കെ നല്ലോണം പൂത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിലൊരു ഇതൊക്കെ കായായി തുടങ്ങി. പക്ഷെ ഇപ്പം ഇവിടെ ജസ്റ്റ് മാവൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ മറ്റൊരു ഏരിയയിലേക്ക് വന്നപ്പോൾ വേറൊരു കൃഷിയാണ് കണ്ട, ഈ മഞ്ഞ പൂ ഇട്ടിരിക്കുന്നത് കടുകാണ്, കടുക് കൃഷിയാണ് ഈ ഏരിയയിൽ. അതേമാതിരി വേറെ ഏരിയയിലേക്ക് പോയപ്പോൾ ചോളത്തിൻ്റെ കൃഷി കണ്ടു. അതേമാതിരി തന്നെ ചാമയുടെ കൃഷി കണ്ട്, ചാമല്ലേ അത്, അതേമാതിരി രായ്പുല്ല്, അങ്ങനെ ഓരോ ഏരിയയിലും പല പല കൃഷികളാണ് ഈ മെയ്ഹാർ ഗ്രാമത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഈ മെയ്ഹാർ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എല്ലാവർക്കും അടുത്ത ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.